എന്നാൽ 68 കോടി രൂപ ഒരു രേഖയുമില്ലാതെ ഈ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വാങ്ങിയെന്ന് പുറത്തു വന്നിട്ടുണ്ട് CMRൽ നിന്ന്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുണ്ട്, മാധ്യമക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അമ്പല കമ്മിറ്റിക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കിതിൽ യാതൊന്നും പേടിക്കേണ്ടതില്ല. ഇനി നല്ല രംഗങ്ങളായിരിക്കും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് നിഷ്പക്ഷമായി നടത്തിയാലുണ്ടാകുക. ഇതാദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഉള്ളി പൊളിച്ചതുപോലെയാണിത്. ഇതിൻ്റെ ഉള്ളിൽ യാതൊന്നുമില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇന്ന് മാസപ്പടി വിവാദത്തിൽ പ്രതിപക്ഷത്തിനും മാത്യു കുഴൽനാടൻ എന്ന വക്കീലിനും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ദിവസമായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജി കോടതി തള്ളിയെന്ന് മാത്രമല്ല, തെളിവുകൾ ഇല്ലാതെ കോടതിയിലേക്ക് എന്തിനാണ് വരുന്നതെന്ന ചോദ്യം മാത്യു കുഴൽനാട് ചോദിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന മറ്റൊരു വിഷയം, ഇതേ CMRL കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഒരു നികുതിയും അടയ്ക്കാതെ കൈപ്പറ്റിയ ബാക്കി രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ പ്രവർത്തകരുമൊക്കെ എന്ത് മറുപടി പറയാൻ പോകുന്നു എന്നത് തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് AK ബാലൻ വിശദമായി തന്നെ പറയുന്നുണ്ട്. നമുക്ക് AK ബാലന്റെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഈ രാഷ്ട്രീയത്തിലെ ഒരു വിവിധ ചേരിയിലാണെങ്കിൽ പോലും ഒരു എത്തിക്സ് അതിലും ആവശ്യമാണ്. പക്ഷെ ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് മാത്യു കുഴൽനാടൻ എന്നുള്ളത് ഇപ്പോൾ ഈ കോടതി വിധി പ്രകാരം പൊതുസമൂഹം മനസ്സിലാക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു പരാതിയാണിത്. ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യം വേറൊരാളെ കൊണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ മുമ്പാകെ ഒരു ഗിരീഷ് എന്ന് പറയുന്ന ഒരാളെ, അത് ഇദ്ദേഹത്തിൻ്റെ പ്രോക്സിയാണ്, വെച്ചുകൊണ്ട് ആദ്യം കൊടുപ്പിച്ചിരുന്നു. ഗിരീഷ് ഇപ്പം മരണപ്പെട്ടുപോയി. ആ ഗിരീഷ് ജീവിച്ചിരിക്കുന്ന സമയത്ത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇതേ കോസ് ഓഫ് ആക്ഷൻ, ഇതേ പെറ്റീഷൻ്റെ അകത്ത് പറഞ്ഞ കാര്യം തന്നെ അവിടെയും പറഞ്ഞു. വിജിലൻസ് കോടതി തള്ളി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. അതിനെതിരായി മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് പകരം വേറൊരാളെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ ഇതിനെതിരായി അപ്പീൽ കൊടുപ്പിച്ചു. ആ അപ്പീൽ ഹൈക്കോടതി കിടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു നോട്ടീസ് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കോ എതിരായി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പോയിട്ടേ ഇല്ല. ഈ കേസ് എൻ്റർടൈൻ ചെയ്യേണ്ട കേസാണോ എന്നതിനെ സംബന്ധിച്ച് പോലും ഹൈക്കോടതി തീരുമാനിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഇതേ കാര്യം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാത്യു കുഴൽനാടൻ ഒരു കേസ് കൊടുത്തത്. ഇതേ സാധനം തന്നെ. ആ കേസിൻ്റെ അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല. പക്ഷേ വിജിലൻസ് കേസ് തള്ളിയിരിക്കുന്നു എന്നുള്ളത് പൊതുവിൽ വന്നല്ലോ. ഇതാദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഉള്ളി പൊളിച്ചതുപോലെയാണിത്. ഇതിൻ്റെ ഉള്ളിൽ യാതൊന്നുമില്ല. ഫസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ എന്തായിരുന്നു, അന്ന് ഞാൻ മറുപടി പറഞ്ഞതാണ്. ആദ്യ ആൾ പറഞ്ഞ എന്തായിരുന്നു, വീണ അനധികൃതമായി മാസപ്പടി വാങ്ങി 1,72,00,000 രൂപ ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങി. അതിന് ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല, GST കൊടുത്തിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അന്നേ ഞങ്ങൾ മറുപടി പറഞ്ഞു, ഇത് വാങ്ങിയ കാശിന് ഇൻകം ടാക്സും കൊടുത്തിട്ടുണ്ട്, GSTയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് അദ്ദേഹം മാറി മതിയായ സേവനം കൊടുത്തിട്ടില്ല എന്നുള്ളിടക്കെത്തി. മതിയായ സേവനം കൊടുത്തിട്ടില്ലെങ്കിൽ വീണക്കെതിരായി ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾ മതിയായ സർവീസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനി കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആധികാരിക കേന്ദ്രത്തിൽ നിന്ന് നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആധികാരികമായിട്ടുള്ള കേന്ദ്ര ഏജൻസി ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പാകെ ഈ പ്രശ്നം വന്നു. അത് ഇൻകം ടാക്സ് ഇവേഷൻ നടത്തി മതിയായ രേഖകൾ ഹാജരാക്കിയില്ല, ഇൻകം ടാക്സ് തട്ടിപ്പ് നടത്തി എന്നതിൻ്റെ ഭാഗമായി ആ കമ്പനി റെയ്ഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കെതിരായി ചുമത്തിയിട്ടുള്ള പിഴ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി
ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പാകെ കേസ് ഫയൽ ചെയ്തു. അതിൻ്റെ ഭാഗമായി വിധിയും വന്നു, ഓർഡർ വന്നു. ആ ഓർഡറിൽ 2 കാര്യമാണ് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് പറഞ്ഞത്. ഒന്ന്, ഇതിൻ്റെ ഭാഗമായി പ്രോസിക്യൂഷൻ സ്വീകരിക്കേണ്ടതില്ല, പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഇവർക്കുണ്ട്. 2, ചെലവാക്കിയിട്ടുള്ള തുക അത് ജെന്യൂൻ എക്സ്പെൻഡിച്ചറാണ്, അതുകൊണ്ട് ഇൻകം ടാക്സ് പെനാലിറ്റി ചുമത്തേണ്ടതില്ല. ഈ 2 കാര്യങ്ങൾ വ്യക്തമാക്കി. ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഒരു കേസ് വരികയാണ്. ഹൈക്കോടതി 210 പ്രകാരം അന്വേഷിക്കാം. കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിയുടെ നടത്തിപ്പിൻ്റെ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. ഇതിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കാൻ നിയമപരമായി സാധിക്കില്ല, അതുകൊണ്ട് 212 ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിയുണ്ടായി. ആ വിധി നിലനിൽക്കുന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി 212 പ്രകാരം അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായതിലുള്ളൂ. അന്വേഷിക്കട്ടെ, അന്വേഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കേണ്ടി വരും. 1,72,00,000 രൂപ വാങ്ങിയതിന് മതിയായ തെളിവുണ്ട്. വാങ്ങിയതിനും തെളിവുണ്ട്, കൊടുത്തതിനും തെളിവുണ്ട്. ഇനി മതിയായ സർവീസ് കിട്ടിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ അതുപോലുള്ള IPC വെച്ചിട്ടുള്ള കേസ് എടുക്കാൻ പറ്റൂ. വേറൊന്നും അതിലെടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, സേവനം കൊടുത്തിട്ടുള്ള ആൾ ഞങ്ങൾ സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനോ അല്ലെങ്കിൽ സേവനം കൊടുത്തിട്ടില്ല എന്ന് പറയാനോ ഇതുവരെ ഒരു വേദിയിലും അവസരം അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ 68 കോടി രൂപ ഒരു രേഖയുമില്ലാതെ ഈ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വാങ്ങിയെന്ന് പുറത്തു വന്നിട്ടുണ്ട് CMRൽ നിന്ന്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുണ്ട്, മാധ്യമക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അമ്പല കമ്മിറ്റിക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കിതിൽ യാതൊന്നും പേടിക്കേണ്ടതില്ല. ഇനി നല്ല രംഗങ്ങളായിരിക്കും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് നിഷ്പക്ഷമായി നടത്തിയാലുണ്ടാകുക. കാരണം 68 കോടി രൂപ കൊടുത്തതിന് തെളിവുണ്ടല്ലോ, കമ്പനി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് തെളിവുണ്ടല്ലോ. ആ കാശ് എവിടെയാണത്? ഏത് ഇലക്ഷൻ കമ്മിറ്റീൻ്റെ മുമ്പാകെ ഏത് ഇലക്ഷൻ കമ്മിറ്റിക്കാണ് കൊടുത്തത്? ഏത് പാർട്ടിക്കാണ് കൊടുത്തത്? ഏതാളുടെ അക്കൗണ്ടിലാണ് വന്നത്? ഇത് എന്തായാലും SFIO അന്വേഷിക്കുമ്പോൾ പറയേണ്ടി വരുമല്ലോ. ഞങ്ങൾക്കിതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പം വിജിലൻസ് ഇപ്പം നിൽക്കില്ല എന്നുള്ളത് വന്നു. ആൾറെഡി ഒരു വിധിയുണ്ടായി, ഇപ്പം 2ാമത് വിധിയും വന്നു. ഇനി ഏത് കേസുമായിട്ട് ഇവർ നടന്നോട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇത് ഉള്ളി പൊളിച്ചതുപോലെയായിരിക്കും, ലാവിലും പോലെയായിരിക്കും. അത് അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ് നല്ലത്. മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേറെ എന്തെല്ലാം വഴിയുണ്ട്? വേറെ എന്തൊക്കെ വഴിയുണ്ട്? ഇത് നിയമസഭയിൽ ചർച്ച വന്ന സമയത്ത് UDF സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവർക്കറിയാം ഇത് അപകടമാണെന്ന്. ആ അപകടം മണത്തറിഞ്ഞിട്ടാണ് അവർ മാത്യു കുഴൽനാടന് പിന്തുണ പ്രഖ്യാപിക്കാതിരുന്നത്. ഇനി അതിൻ്റെ ഫലം അവർ അനുഭവിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. മാത്യു കുഴൽനാട് പറ്റുമെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് തെറ്റുപറ്റിയാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പൊതുസമൂഹത്തോടും മുഖ്യമന്ത്രിയോടും മാപ്പ് പറയണം. എത്ര കാലമായിരുന്നു ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ഏത് രൂപത്തിലുള്ള അപമാനിക്കലാണ്? എത്ര വിഷമതിയാണ് ആ കുടുംബത്തിനുണ്ടാകുക? തിരിച്ചും മറിച്ചും കേസ് കൊടുക്കുക. ഒരേ കേസ് തന്നെ ഒരു കോടതി കൊടുക്കുക, എന്നിട്ട് ആ കോടതി അല്ലെങ്കിൽ വേറെ കോടതി കൊടുക്കുക. എന്ത് രാഷ്ട്രീയ പ്രവർത്തനം ഇതൊക്കെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ, മുഖ്യമന്ത്രിന് മറുപടി പറയേണ്ടതില്ല, മറുപടി പറയുന്നില്ല, മനസ്സില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതുകൊണ്ട്.